ഞാനിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയ ഭാഗത്താണ്, വൈറ്റ് ലൈൻ. ഇപ്പോൾ ഇവിടുന്ന് ട്രാഫിക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഹബിനടുത്തായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് പെട്ടുപോകണവർക്ക് നല്ല ഫുഡ് കഴിക്കാൻ അങ്ങനെ നല്ല കടകളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തിരഞ്ഞിറങ്ങാം. അപ്പോഴാണ് ഞാൻ ഒരു സ്ഥലം കണ്ടത്. വൈറ്റില ഹബിലോട്ട് പോണ വഴിക്ക് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പൂണിത്തറ വില്ലേജ് ഓഫീസിന് ഓപ്പോസിറ്റ് ഇതാണ് ഷാപ്പ് ഫുഡ്. വൈറ്റിലേക്ക് തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഷാപ്പ് ഫുഡ് ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇത് ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ഷാപ്പിനെ പോലെ തന്നെ ഷാപ്പിൽ കിട്ടുന്ന എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. പക്ഷേ ഇത്തിരി കൂടി നല്ല ഹൈജീനിക്കൊക്കെ ആയിട്ട് തന്നെ ഇവിടെ നമ്മൾ സെർവ് ചെയ്യുന്നത്. മസാല ദോശ, ടപ്പിയൊക്കെ, കാന്താരിമുളക്, കപ്പയും കാന്താരിമുളക്, അതൊക്കെ ഇങ്ങനത്തെ പോലെ നല്ല 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 നാടൻ ഫുഡ് നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് എന്തായാലും ശരിക്കും ഇവിടെ എന്താ പറയുക, ഒരു വഞ്ചിയൊക്കെ ഇത് കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷാപ്പ് ഫുഡ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറാണ് സർ. ഹായ്, സാറിൻ്റെ പേര് സതീഷ്. അപ്പോൾ സതീഷ് സാറാണ് ഇതിൻ്റെ മാനേജറാണ്. അപ്പോൾ സാറേ, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ വന്നത്? ഇവിടെ തനി നാടൻ സ്റ്റൈലിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മുതലാളികൾ സ്വപ്നമായിരുന്നത്. ആരാണ് ഇതിൻ്റെ ഓണർ? സുരാജ് സിന്ധു. സുരാജ് എന്നുണ്ട്, പിന്നെ സിന്ധു, രണ്ടുപേര് കൂടിയിട്ടുള്ള അവര് കുടുംബം തന്നെയാണ്, ഒരു ഫാമിലിയാണ്. കാരണം ഞാൻ ചോദിക്കാൻ ഇത്ര റഷ് ആയിട്ടുള്ള ഒരു ഏരിയ കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ട് വെച്ചാൽ പല സ്ഥലത്തും ചൈനീസും മറ്റുള്ള ഐറ്റംസും എല്ലാവിധ ഭക്ഷണങ്ങളും കിട്ടും. പക്ഷേ ഇതുപോലൊരു നാടൻ നമ്മളെ വീട്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യും അതേ രീതിയിൽ തന്നെ ഇവിടെ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. പിന്നെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല, ചൈനീസിൻ്റെ ഒന്നും പ്രോഫിറ്റ് കിട്ടില്ല. ഇവിടെ ഞങ്ങൾ രാവിലെ ഭക്ഷണങ്ങളൊക്കെ സെറ്റ് ചെയ്യും, വന്ന് ലേഡീസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഷാപ്പിൽ നിന്നിരുന്ന ആൾക്കാരും അവരെയും കൂടി ഉണ്ട്, അവരൊക്കെ കൂടി വന്ന് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് വൈകിട്ട് ഞങ്ങൾക്ക് തുടക്കത്തിൽ 10 പേര് വന്നിരുന്നിടത്ത് ഇപ്പൊ ഓരോ ദിവസവും ചെല്ലുന്നവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കസ്റ്റമേഴ്സ്. ഷാപ്പിലെ ഫുഡ്, ഷാപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് ഫാമിലി ആയിട്ട് വരെ പോകുന്നു. ഇപ്പൊ ആ ഫുഡ് ഇവിടെ കിട്ടുന്ന വന്ന് ഓരോ ദിവസവും ഞങ്ങൾക്ക് സെയിൽ കയറിക്കൊണ്ടിരിക്കുക. പിന്നെ ചൈനീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നഷ്ടം സംഭവിക്കാനില്ല. ഇതിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞിട്ട് പോയില്ലാന്നുണ്ടെങ്കിൽ നഷ്ടം തന്നെ സംഭവിക്കും. കാരണം പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല. വെച്ചാൽ ഞങ്ങൾക്ക് ബിസിനസ് ശരിക്കും ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അറിഞ്ഞ്. ഇതുപോലെ എത്ര നാളായി നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട്? ഒരു 6 മാസം ആയിട്ടുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? കാരണം മൊബിലിറ്റി ഹബിന് ഒറ്റ അടുത്താണ്. നല്ല റഷ് ഉണ്ടോ? ഇപ്പൊ റഷ് ഉണ്ട്. ഉച്ച ടൈമിലൊക്കെ സീറ്റ് കിട്ടാത്തതിന്റെ ഒരു പോരായ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് ഇങ്ങനെ സീറ്റ് ഇങ്ങനെ മറിച്ചിട്ട് അവിടെ റൂഫ് അടിച്ചിട്ട് വേറെ സെറ്റ് ചെയ്യുന്നുണ്ട്, ബൊഫെ സെറ്റ് ചെയ്യും ഓണത്തോട് കൂടിയിട്ട്. അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കിച്ചണിൽ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നമുക്ക് ഷെഫിനെ പരിചയപ്പെടാം അല്ലേ? ഇതിന് ഞങ്ങളെ ഫുഡ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടെന്ന് വെക്കും, കറികളും കാര്യങ്ങളും. ഇത് നമ്മുടെ ഫുഡ് കൊടുക്കുന്ന കൗണ്ടറാണ്. ഇവിടെ ശരിക്കും ചട്ടിയിലും ചെറിയ അടുപ്പൊക്കെ അല്ലേ? ചെറിയ അടുപ്പ്, ഞങ്ങൾ വിറകടുപ്പ് കാര്യങ്ങൾ ഒക്കെ 3 അടുപ്പായിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ 3 അടുപ്പുണ്ട്. ഒന്ന് വിറകടുപ്പ്, പിന്നെ 2 സാധാ. ചില ഐറ്റംസ് വിറകിലല്ലാണ്ട് ഗ്യാസിൽ ഉപയോഗിക്കേണ്ട ഐറ്റംസ് ഉണ്ട്. അത് മാത്രം. മറ്റെല്ലാ കറികളും ഇറച്ചിയായാലും മീൻകറിയായാലും ഒക്കെ വിറകിൽ തന്നെയാണ് ചെയ്ത് സെറ്റ് ചെയ്ത്. ചിലത് വിറകിൽ ഉപയോഗിക്കാൻ പറ്റാത്ത മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഗ്യാസ് കുക്കിംഗ്. ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ബെഞ്ചും ഡെസ്ക്, ചെറിയൊരു മാർബിൾ അല്ലേ അത്? സാധാരണ അറിയില്ല. മരങ്ങളെ ഇങ്ങനെ ഇത് വരും, ഫുഡിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വീണിട്ട് അങ്ങനെ കംപ്ലൈന്റ്. അതുകൊണ്ട് മാത്രമാണ് ഇത് ആക്കാതിരുന്നത്. ശരിക്കും നല്ലൊരു ആംബിയൻസ്, മുള കൊണ്ടും പായയും എല്ലാം വെച്ചിട്ട്. നമുക്ക് എന്തായാലും നമുക്ക് വേണ്ടിയിട്ടുള്ള കിച്ചണിലോട്ട് പോവാം. ശരി, പോവല്ലേ? കിച്ചണാണ് ഇത്. ഷെഫാണ്. ഉണ്ണിയല്ലേ? അപ്പൊ ഉണ്ണി ഷെഫാണ് നമുക്ക് ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് തരാൻ പോകുന്നത്. ഇപ്പൊ എന്താണ് നമുക്കിന്ന് തരാൻ പോകുന്നത്? സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് താറാവ് മല്ലിയരച്ച. പിന്നെ ചെമ്മീൻ തീ. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടാണോ?
ഇവിടത്തെ ഷാപ്പ് ഫുഡിന്റെ സ്പെഷ്യൽ ആയിട്ടാണ് ചെമ്മീൻ തീയലും താറാവ് മല്ലി അരച്ചത്. എന്തായാലും നമുക്ക് തുടങ്ങാല്ലേ, സമയങ്ങൾ വേണ്ട അല്ലേ? താറാവ് മല്ലി അരച്ച മസാല നമ്മൾ ആദ്യം ചെയ്യും. അപ്പോൾ ഷെഫേ തുടങ്ങാം, നമുക്ക് തന്നെ ചൂടാവണം, നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട്. എണ്ണല്ല ഫസ്റ്റ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കുറേ വേണോ? കുറച്ച് മതി. കുറച്ചും കൂടി മതിയല്ലോ. ഓയിൽ ചൂടാകും. ഇത് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് നമ്മുടെ നാടൻ ഫുഡിലാണോ? നാടൻ ഫുഡാണ്, സൗത്ത് ഇന്ത്യൻ. അതാണ് നല്ലത്. നമുക്ക് നമ്മുടെ തനതായ ഫുഡ് തന്നെ കഴിക്കാമല്ലോ. പോയില്ലായിരുന്നു ഞങ്ങളിപ്പോ നിൽക്കുമ്പോ തന്നെ മറ്റേ കെട്ടുവളത്തിന്റെ സൈഡില് മറ്റേ എന്തിട്ടാ വിൻഡോ. കാരണം സൈഡിൽ തന്നെ മറ്റേ ആ പായയുടെ ഉള്ളിൽ കൂടെയുള്ള കായലിലോട്ട് വ്യൂ കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള ഒരു വിൻഡോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. തേങ്ങ വന്നു, കടുക് പൊട്ടി. ഇനി റെഡ് ചില്ലി, നല്ല വറ്റൽമുളക് ഇത്ര പൊട്ടുന്നുണ്ട്, കടുക് പൊട്ടുന്നുണ്ട്, നന്നായിട്ട് പൊട്ടുന്നുണ്ട്. വേപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇവിടെ സെറ്റാ. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വണ്ടി വരുന്നത് ആ, അത് നമ്മുടെ ഭക്ഷണത്തിൽ ശരിക്കും മെയിൻ ഇൻഗ്രീഡിയന്റ് ആണല്ലോ. മറ്റേ 3G സെറ്റപ്പ്. പച്ചമുളക്, ഞാൻ എവിടെയൊക്കെ കേട്ടാണ് ചെറുള്ളി അരിഞ്ഞു വഴണ്ട് വരുമ്പോഴത്തേക്കും അല്ലേ? ഏകദേശം ഇത് നന്നായിട്ട് ബ്രൗൺ ആയി വരികയാണ്. എന്റെ അച്ഛനായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 3Gയുടെ ജിഞ്ചർ പെപ്പർ ഗാർലിക്. നമ്മുടെ നാടൻ ഫുഡിന്റെ എപ്പോഴുള്ള ഒരു കണ്ടന്റ് ആണ്. ഇനി ഏകദേശം നമുക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന ടൊമാറ്റോ അടിയാ, തക്കാളി എടുത്ത് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി. നമ്മള് ഇതിന്റെ ഈ കിച്ചൺ അല്ലാണ്ട് തന്നെ വേറെ എക്സ്ട്രാ 2 കിച്ചൺ ഉണ്ട്, വലിയ കിച്ചൺസ് ഉണ്ട്. അവിടെ ഫുള്ള് ഈ വിറകടുപ്പാണ്. ഒന്ന് വിറകടുപ്പുണ്ട്, മീൻ കറികളെല്ലാം കൂടെ അവിടെ ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് വേറൊരു അടുപ്പും കൂടെ ഉണ്ട്. ഇത് മൂന്നാമത്തത്. ഇവിടെയാണ് പൊറോട്ട അടി. അവിടെ പൊറോട്ട പൊറോട്ട അടിക്കുന്നുണ്ട്, ലൈവ് ആണല്ലേ. ഇവിടെ ബാക്കിയുള്ള പൊറോട്ട, പുട്ട്, അപ്പം അങ്ങനെയുള്ള എല്ലാം ലൈവാണ്. പൊറോട്ട അടിക്കുന്നുണ്ട് ഏകദേശം. ഫ്ലേവർ മസാല ഒന്നും ചേർത്തല്ലോ, പക്ഷെ നല്ല സ്മെല്ല് വരുന്നത് എന്താണ്? ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ എല്ലാം ഏകദേശം തക്കാളി നന്നായിട്ട് വഴണ്ടു. ഇനിയിപ്പോൾ നമുക്ക് മസാല ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് മതി. എരിവ് വേണ്ട. എരിവ് ഇത് അധികം സ്പൈസി ഡിഷ് അല്ല. കുറച്ച് കൊറിയാണ്ടർ പൗഡർ. ഇത് നമ്മളെല്ലാം ഇവിടെ സ്വന്തമായിട്ട് പൊടിച്ച് ചെയ്യുന്നത്. മല്ലി, മുളക്, മഞ്ഞൾ ഇൻസ്റ്റൻ്റായിട്ട് മെയിൻ. ഇതിനകത്ത് മെയിനായിട്ടും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് മല്ലി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ്. അതാണ് ഇതിന്റെ മെയിൻ ഫ്ലേവർ. ആ ഒരു ഇതിനകത്ത് കിടന്ന് കുക്കാവുന്നതിന്റെ ഒരു ടേസ്റ്റ്. മല്ലി അരച്ചത്, പച്ചമല്ലി. ഇനി ഏകദേശം നമുക്ക് അത് ചേർക്കാം. മല്ലി അരച്ച് വെച്ചിരിക്കുന്നു വെള്ളത്തിലിട്ട്. പച്ചമല്ലി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചത്, നന്നായിട്ട് അരച്ചത്. അതാണ് ഈ കറിയുടെ മെയിൻ ഫ്ലേവർ. ഞാൻ കുറച്ച് പച്ചമല്ലി വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്. മിക്സ് ചെയ്തിട്ട്
ഇപ്പോൾ അതാ എന്താ പറയാ, ഓരോ ഫ്ലേവർ അല്ല, കളറ് ശരിക്കും അങ്ങ് മാറിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ പീസ്. അത് പച്ചത്തേങ്ങ അരച്ചത് കുറച്ച് മതി. ഈ തേങ്ങ നല്ലതായിട്ട് വേവിക്കുക. പച്ചമല്ലി ഇട്ടതിന് ശേഷം ഇനി ഈ തേങ്ങ നന്നായിട്ട് അതിൻ്റെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് ഇളക്കുക. അപ്പൊ അതിന് നമ്മൾ ഉപ്പ് മസാല എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ നേരത്തെ ഓൾറെഡി തന്നെ ബോയിൽ ചെയ്ത് വെച്ച താറാവ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. മസാല അങ്ങ് കിടപ്പുണ്ട്. മസാല ശരിക്കും നന്നായിട്ട് തിളപ്പിക്കുക. ആ മസാല കാര്യങ്ങളെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് ചേരും. എത്ര മിനിറ്റത്തേക്ക് നമ്മൾ തിളപ്പിക്കണം? ഒരു 5 minutes. കുറച്ച് മല്ലിയില നമുക്ക് ആഡ് ചെയ്യും. എല്ലാം മല്ലി അരച്ചത്, മല്ലിപ്പൊടി, മല്ലിയില നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു പച്ചമല്ലിയുടെ മണവും ഏകദേശം നന്നായിട്ട് നമ്മുടെ കറി തിളച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തീച്ച് മല്ലിയുടെ ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ട്. അധികം എരിവില്ല, അധികം സ്പൈസി അല്ലല്ലേ. ഇത് മീഡിയം സ്പൈസി ഡിഷാണ്. ആ മല്ലിയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും അപ്പമാണ്. പൊറോട്ട കഴിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. സംഭവം റെഡിയായി. അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ അല്ലേ. താറാവരെ ആയിട്ടുള്ള ഞാൻ ഒരു കാര്യം ചോദിച്ചത്, എനിക്ക് അപ്പം വേണം. മീൻസ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പൊറോട്ടയാണ്. എനിക്ക് ഒരു പൊറോട്ട ഫ്രഷ് ആയിട്ട് അടിച്ചു തരാം. ഓക്കെ ചേട്ടാ, ഒരു പൊറോട്ട അവിടെ പൊറോട്ട അടിക്കുന്നുണ്ട്. ഒരു പൊറോട്ട എനിക്ക് പെട്ടെന്ന് തന്നെ അടിച്ചു തരാം. ലൈവായിട്ടുള്ള ഒരു പൊറോട്ടയും കിട്ടി. താറാവും മല്ലി മസാല. ഷെഫേ താങ്ക് യു.